രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇറക്കാറുണ്ട്. പല വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നൽകാറുണ്ട്. പലരും ആ വാഗ്ദാനങ്ങളെപ്പറ്റി പിന്നെ ചിന്തിക്കാറേയില്ല. ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭരണ നേതാവിനോട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞതായിരുന്നല്ലോ ഇത്, എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ കാര്യമല്ലേ, അതെല്ലാം നടപ്പാക്കാനുള്ളതാണോ എന്തായിരുന്നു മറുപടി. അങ്ങനെയും ഒരു കൂട്ടർ ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഇവിടെ തീർത്തും വ്യത്യസ്തമായ നിലയാണ് നാം കണ്ടത്. LDF എന്തു പറഞ്ഞോ ആ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന് ഓരോ വർഷവും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവസാനം 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ ഘട്ടത്തിലും ആകെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിൽ 600 വാഗ്ദാനങ്ങളായിരുന്നു LDF 2016 ജനങ്ങളുടെ മുന്നിൽ നൽകിയത്. ആ 600-ൽ വിരലിലെണ്ണാവുന്ന ഒഴികെ ബാക്കി മുഴുവൻ നടപ്പാക്കിയ ഒരു സർക്കാരാണ് LDF സർക്കാരെന്ന് ജനങ്ങൾ കണ്ടു. ഇത് അനുഭവത്തിലുള്ള കാര്യമായിരുന്നു. ഓരോ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൃശ്യവുമായിരുന്നു. കാണുകപ്രതിയുള്ള നേരിട്ട് അനുഭവസാക്ഷ്യമായ കാര്യങ്ങൾ. ഇത് ജനങ്ങൾ ഒരു സർക്കാരിനെ എങ്ങനെ വിലയിരുത്തണം എന്നതിന് പുതിയൊരു മാനം നൽകുകയായിരുന്നു. അതിൻ്റെ ഫലം നാം കണ്ടു. കേരളത്തിൽ എല്ലാ കാലത്തും സ്വീകരിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലരീതികൾ അത് തിരുത്തിക്കുറിക്കുന്ന കാഴ്ചയാണ് 2021 കണ്ടത്. നമ്മുടെ സംസ്ഥാനം 1980 മുതൽ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് ഒരു ടേമിൽ അധികാരത്തിലിരുന്നവർ അടുത്ത ടേമിൽ അധികാരത്തിന് പുറത്താവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇടവിട്ട് ഗവൺമെൻറ്റുകൾ മാറി മാറി മുന്നണികൾ അധികാരത്തിൽ വരുന്നൊരു നാട് കേരളം എന്ന നിലയുണ്ടായിരുന്നു. അതിന് മാറ്റം കുറിച്ചതും 2021 2021 തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ രീതികളും നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. 2021 നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ പരത്താനുള്ള പ്രചരണ രീതികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. സർക്കാർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി LDF നല്ല രീതിയിൽ ജനവിശ്വാസം ആർജിച്ചു നിൽക്കുന്നു. നല്ല തോതിൽ ജനങ്ങളുടെ മതിപ്പ് നേടാൻ കഴിഞ്ഞ അവസ്ഥ, ഇത് മനസ്സിലാക്കിയ UDF-ഉം ഇവിടുത്തെ LDF വിരുദ്ധരായ ആളുകളും എല്ലാ തരത്തിലും സർക്കാരിൻ്റെ
സൽപ്പേര് അത് പൂർണ്ണമായും നശിപ്പിക്കണം എന്ന നിലയിൽ ഉരുമ്പെട്ടിറങ്ങി. നശിപ്പിക്കാൻ വസ്തുതകളൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, കള്ളങ്ങൾ മെനയുക, വ്യാജ കാര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രചരണം അതിൻ്റെ ഭാഗമായി അഴിച്ചുവിടുകയും ചെയ്തു. പക്ഷേ അവിടെ അവർക്ക് നിരാശയാണുണ്ടായത്. ജനങ്ങൾ വേണ്ട രീതിയിൽ അതിനോടൊപ്പം അണിചേരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ കണ്ട വഴി ഇതിനൊരു വിശ്വാസ്യത വരണം. ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വിശ്വാസ്യത നൽകാനാവണം. തങ്ങൾ കെട്ടിച്ചമച്ച് പറയുകയാണെന്ന് നാട്ടുകാർക്ക് തോന്നാനിടവരരുത്. അതിനുവേണ്ടി ചെയ്ത കാര്യം നമ്മുടെ രാജ്യത്തെ ഭരണകക്ഷിയെ ഇതിൻ്റെ ഭാഗമായി അണിനിരത്തുക. ഭരണകക്ഷി BJP ആണ്. അപ്പോൾ BJPയുടെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടണം. അതിന് കേരളത്തിലെ BJPയെ സമീപിക്കുന്ന നില ഉണ്ടായി. 2016, 2021 വരെയുള്ള അവസ്ഥ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇരുവയ്യാണെങ്കിലും ഒരു മനസ്സായി പ്രവർത്തിക്കുന്നവരായിരുന്നു കോൺഗ്രസും BJPയും, BJP UDFും. അവർ രണ്ടു കൂട്ടരും LDF സർക്കാരിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചു പോയത്. അത് തുടരുമ്പോൾ തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ആവശ്യം നിറവേറ്റാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ഇടപെടിക്കാൻ കേരളത്തിലെ BJP കേന്ദ്ര BJPയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസും UDFും ഇവിടുത്തെ BJPയുടെ മുന്നിൽ ഉന്നയിച്ചു. രണ്ടു കൂട്ടരും ഒരേ മനസ്സോടെ അതിന് പ്രവർത്തിച്ചു. ആ ഇടപെടൽ ഫലം കണ്ടു. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് അയച്ചു. ആ അന്വേഷണ ഏജൻസികൾ വലിയ തോതിൽ ഇവിടെ വന്ന് ഇടപെട്ടു. അവരുടെ ദൗത്യം ഒന്ന് മാത്രമായിരുന്നു. ഇവര് പടച്ചുവിട്ട കള്ളങ്ങൾക്ക് വിശ്വാസ്യത പകരുക. പരിഹാസ്യമായ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ വല്ലാതെ പാടുപെട്ടിറങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ ഇതിനാകെ വലിയ തോതിൽ ജനങ്ങളിൽ അഭിപ്രായമുണ്ടാക്കാൻ, ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലെ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി അണിനിരന്നു. വൻപിച്ച പ്രചരണം. അപ്പോൾ നാടാകെ വല്ലാത്തൊരു അന്തരീക്ഷം. ഈ പ്രചരണം നടത്തിയവർക്കെല്ലാം നല്ല ആത്മവിശ്വാസം. തീർന്നു, കഴിഞ്ഞു, LDFിൻ്റെ കഥ കഴിഞ്ഞു. ഇനി LDFിന് ഇവിടെ ഉയർന്നു വരാൻ കഴിയില്ല. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ സമയമായി. തെരഞ്ഞെടുപ്പായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരാൻ കാത്തു നിൽക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വരുന്നവർ ആലോചിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ
ആലോചിക്കാൻ ഇവർ പുറപ്പെട്ടു. കാരണം അത്രമാത്രം ഉറപ്പായിരുന്നു അവർക്ക്. ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേരളത്തിൽ സൃഷ്ടിച്ചത്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ ഓരോ പോളിംഗ് ബൂത്തിലും വോട്ട് ചെയ്യാൻ പോയവർ ഈ പ്രചരണം വിശ്വസിച്ചല്ല വോട്ട് ചെയ്തത്. പോളിംഗ് ബൂത്തിലെത്തി ആ ബട്ടന്റെ മേലെ വിരലമർക്കുന്നത് അവരവരുടെ ജീവിത അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ ബട്ടൺ അമർത്തിയപ്പോൾ സംഭവിച്ചത് എന്താ? LDFന് 99 സീറ്റ് നൽകി നിങ്ങൾ ഭരണത്തിൽ തുറന്നോളൂ എന്ന് ജനങ്ങൾ വിധി എഴുതി. ഇത് കേരളത്തിന്റെ അതേവരെയുള്ള ചരിത്രം തിരുത്തലായിരുന്നു. 1980 മുതൽ 2021 വരെയുള്ള ചരിത്രം 2021 അങ്ങ് തിരുത്തുകയാണ്. ഇതാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞപ്പോ കടുത്ത വൈരാഗ്യം, ഒരുതരം പകയോടെയുള്ള സമീപനം, ഇതാണ് LDFനോട് കേരളത്തിലെ UDFും BJPയും സ്വീകരിച്ചു വരുന്നത്. എല്ലാ കാര്യത്തിലും ഈ പകയും വിദ്വേഷവും കാണാൻ നമുക്ക് കഴിയും.